മുഖത്തുള്ള ചെറിയ ചിരി പോലും മനസ്സിലില്ല. ഉള്ളിൽ നല്ല ടെൻഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കുറെ നാളായി പേടി കാരണം മാറ്റി വെച്ചൊരു സംഭവം ഇന്ന് ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് അവിടുന്ന് റിസൾട്ട് കിട്ടാൻ കുറച്ച് ലേറ്റ് ആവുമെന്ന് പറഞ്ഞപ്പോൾ പുറത്തിറങ്ങിയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് നടത്താന്ന് വിചാരിച്ചു. മോൾക്ക് വേണ്ടി കരിവള വാങ്ങാനാണ് ആദ്യം പോയത്. അവിടുന്ന് കരിവളകളും എനിക്ക് വേണ്ട കുറച്ച് ഫാൻസി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇറങ്ങി. പിന്നെ ബ്ലഡ് ഒക്കെ കുറച്ച് പോയതല്ലേ, കുറച്ച് ഫ്രൂട്ട്സ് കൂടെ വാങ്ങാന്ന് വിചാരിച്ചിട്ട് ഫ്രൂട്ട്സ് വാങ്ങിയിട്ട് പിന്നെ നേരെ പോയിട്ടുണ്ടായിരുന്നത് മോൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കിയിട്ടുള്ള ഒരു സാധനം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഞങ്ങളെ മാത്രമല്ല, ഇപ്പോഴത്തെ ഏകദേശം മാതാപിതാക്കളും ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കിയിട്ടുള്ളത് ഡയപ്പർ വാങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും. എന്താണെങ്കിലും ഡയപ്പറും കുറച്ച് പാലും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഞാനൊരു കൂൾ ബാർ കയറിയിട്ട് കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു. കാരണം രാവിലെ പോകുന്നത് കൊണ്ട് തന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ലൈമും മീൻകായൊക്കെ കഴിച്ചിട്ട് ഓട്ടോ വിളിച്ച് നേരെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നിട്ട് പിന്നെ റെസ്റ്റ് എടുക്കാനൊന്നും സമയമില്ലായിരുന്നു. ഡോക്ടറെ കാണാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അച്ഛനെ അമ്മേനെ ഇസമോളൊക്കെ കൂട്ടിയിട്ട് നേരെ വീണ്ടും ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് തന്നെയാട്ടോ വന്നത്. അവിടെ വന്നിട്ട് പിന്നെ ടെൻഷനായിരുന്നു. കാരണം അവിടുന്ന് എനിക്ക് സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. എന്താ അസുഖം എന്നൊക്കെ ഉള്ളത് റിസൾട്ടൊക്കെ കിട്ടിയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യാം. പിന്നെ നമ്മൾ ഒരു അസുഖം ഇല്ലെങ്കിൽ പോലും ഈ ഒരു റൂമിൻ്റെ അകത്ത് കയറിയുന്നുണ്ട്. ഈ ലൈറ്റും കാര്യങ്ങളും സെറ്റപ്പ് ഒക്കെ കാണുന്ന സമയത്ത് ടെൻഷൻ അടിച്ചിട്ട് BP കയറുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പുറത്തിറങ്ങി മോളെയൊക്കെ ഒന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഹാപ്പി ആയത്. അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാനാട്ടോ പോയത്. കുറേ സമയമായതുകൊണ്ട് തന്നെ എല്ലാവർക്കും വിശക്കുന്നുണ്ടായിരുന്നു. ചിക്കീസ് കയറി ചായം കുടിച്ച് അതിന്റെ തൊട്ടടുത്തുള്ള ഡയമോറ ജ്വല്ലറിയിലേക്കാണ് പോയത്. എനിക്ക് ടെൻഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്നിക്കെ ഫുഡ് അല്ലെങ്കിൽ സ്വർണം, ഇതിലേതെങ്കിലും ഒന്ന് കിട്ടിയാൽ ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ ഇപ്രാവശ്യം വന്നിട്ടുള്ളത് എനിക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ, മോൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്മൽ നോക്കാനും പിന്നെ അവളുടെ വള ഒന്ന് മാറ്റാനുമായിരുന്നു. ഇവിടെ ആകുമ്പോൾ ലൈറ്റ് വെയിറ്റിൽ വരുന്ന ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. മുമ്പത്തെ എന്റെ ലൈറ്റ് വെയിറ്റിൽ വരുന്ന മാല വാങ്ങിയതും ഇവിടെ തന്നെയാണ്. പ്രാവശ്യം മോളുടെ പേരും പറഞ്ഞിട്ട് കയറിയതെങ്കിലും മോതിരത്തിന്റെ കളക്ഷൻ കണ്ടപ്പോൾ എടുക്കാതിരിക്കാൻ തോന്നിയില്ല. അങ്ങനെ ഒരു മോതിരം കൂടെ എടുത്തു. അപ്പൊ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. ലവ് യു ഓൾ.